നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. സ്മാർട്ട് ലൈസൻസിന് അപേക്ഷ കൊടുക്കാനായിട്ട് നമ്മൾ sarathi.parivahan.gov.in എന്ന വെബ്സൈറ്റിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് മെനുകൾ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. ഇതിൽ സർവീസസ് ഓൺ DL എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ആളുടെ ലൈസൻസിലുള്ള നമ്പർ എങ്ങനെയാണോ അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പഴയ ലൈസൻസുകളൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കില്ല ഉണ്ടാവുക. അപ്പൊ അത് കൊടുക്കേണ്ട ഫോർമാറ്റ് തൊട്ട് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും രീതിയിലായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കൊടുത്തതിന് ശേഷം അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് DL ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് അയാളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ഷോ ചെയ്യുന്നതായിരിക്കും. അയാളുടെ പേര്, അഡ്രസ്സ്, അതുപോലെ തന്നെ ഫോട്ടോ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഷോ ചെയ്യുന്നതായിരിക്കും. നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക. താഴേക്ക് വരിക. ഇവിടെ നമ്മളത് കൺഫേം ചെയ്യുന്നു ഒരു ചോദ്യമുണ്ട്. യെസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഏത് RTO ഓഫീസിന്റെ കീഴിലാണോ ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്തത് ആ ഒരു RTO ഓഫീസ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ അടുത്തൊരു പേജിലോട്ട് വന്നിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് തൊട്ട് താഴെയായിട്ട് ഒരു മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇവിടെ ഉണ്ടാവും. ഇല്ലാത്ത ആളുകളാണെങ്കിൽ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ പ്രത്യേകിച്ചിട്ട് മാറ്റങ്ങളൊന്നും വേറെ ഒന്നും വരുത്തിക്കേണ്ട ആവശ്യമില്ല. കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് നമ്മുടെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വിടാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് OTP ചെയ്ത് കൊടുക്കാം, എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ജനറേറ്റ് OTP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. മൊബൈലിലേക്ക് വന്നിരിക്കുന്ന OTP നമ്മൾ ഇവിടെയായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ഓതന്റിക്കേറ്റ് വിത്ത് സാരഥി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. OTP വെരിഫൈഡ് ആവുന്നതാണ്. ഇതിനകത്ത് റീപ്ലേസ്മെന്റ് ഓഫ് DL എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. മറ്റു സർവീസുകളൊന്നും നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ ചെയ്യേണ്ട എങ്കിൽ നമ്മൾ DL റീപ്ലേസ്മെന്റ് മാത്രം കൊടുത്താൽ മതി. ഇനി അഡ്രസ് ചേഞ്ച് പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഓഫ് അഡ്രസ് കൊടുക്കാം. ഇനി ഒന്നും മാറ്റം വരുത്താനില്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ഓഫ് DL മാത്രം കൊടുത്ത് പ്രൊസീഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരു സെൽഫ് ഡിക്ലറേഷൻ ആണ്. ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് രണ്ടാമത്തെ ഓപ്ഷൻ മാത്രം യെസും ബാക്കി എല്ലാ ഓപ്ഷനും നോ ടിക്ക് എടുക്കുക. അതുപോലെ തന്നെ കൺസെന്റ് ബോക്സ് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബാക്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന കൺസെന്റ് ബോക്സുകളെല്ലാം തന്നെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്യാപ്ച ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് കൺഗ്രാജുലേഷൻ യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ പ്രിന്റ് അക്നോളജ്മെന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കസ്റ്റമർക്ക് നമ്മൾ ഇതിന്റെ പ്രിന്റ് പ്രൊവൈഡ് ചെയ്യുക. കസ്റ്റമർക്ക് പ്രിന്റ് കൊടുക്കുക. ഓക്കെ. അതിനുശേഷം നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവുക. ഇപ്പൊ നമുക്ക് ഇവിടെ ലൈസൻസ് നമ്പർ, അപേക്ഷ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടാവും. വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ മാനുവലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം ക്യാപ്ച ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ഡോക്യുമെന്റ് ആണ്. നമ്മൾ പുതിയ മോഡൽ കാർഡുകളൊക്കെ ആണെങ്കിൽ, അതായത് ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസിന്റെ ആ ഒരു ബ്ലൂ കൂടി വരുന്ന കാർഡുകളൊക്കെ ആണെങ്കിൽ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അല്ലാത്തതാണെങ്കിൽ പഴയ മോഡലൊക്കെ ആണെങ്കിൽ ഫോട്ടോ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അല്ലാത്തതിന് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പ്രൊസീഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്യുക. പ്രൂഫ് എന്നുള്ള ഭാഗത്തും ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ മറ്റുള്ള ഭാഗങ്ങളൊന്നും നമ്മൾ പൂരിപ്പിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ചൂസ് ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഫയൽ ഇതിലേക്ക് നമ്മൾ സ്കാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കൺഫേം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും അപേക്ഷ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഇവിടെ വന്നിട്ടുണ്ടാവും. ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വരിക. പ്രൊസീഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്കതിന്റെ ഫീ ഇവിടെ കാണിക്കും. നമ്മൾ ഈ ട്രസ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. പേ നോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. 245 രൂപയായിരിക്കും ഗവൺമെന്റിലേക്ക് നമ്മൾ അടക്കേണ്ടത്. 200 രൂപ ഫീസും 45 രൂപ അതിന്റെ പോസ്റ്റൽ ചാർജും ഉൾപ്പെടെ 245 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. പ്രൊസീഡ് ഫോർ പേയ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് പേയ്മെന്റ് ഗേറ്റുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പേയ്മെന്റ് ഗേറ്റ്വേ എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു ഗേറ്റ്വേ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ പേയ്മെന്റ് ഗേറ്റ്വേ 1 സെലക്ട് ചെയ്തു. പ്രൊസീഡ് ഫോർ പേയ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു.
ഇവിടെ നമുക്ക് കാർഡ്, UPI, ഇന്റർനെറ്റ്, നെറ്റ് ബാങ്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ UPI ആണ് സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ UPI അഡ്രസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെരിഫൈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ പേര് തന്നെയാണ് നമ്മൾ ഉറപ്പുവരുത്തുക. പേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ UPI ആപ്പ് ഏതാണോ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആപ്പിലോട്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും. നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ആപ്പിൽ നിന്നും വെബ്സൈറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റീഡയറക്റ്റ് ആവുന്നതാണ്. അല്പസമയം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം നമുക്കതിന്റെ ഒരു സക്സസ്ഫുൾ ആയത് പറഞ്ഞിട്ട് ഇവിടെ ഒരു മെസ്സേജ് കാണിക്കും. ക്ലിക്ക് ഹിയർ ഫോർ പ്രിന്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് പേയ്മെന്റിന്റെ സ്ലിപ്പ് കൂടി എടുക്കാവുന്നതാണ്. ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്യാവുന്നതുമാണ്.